നമസ്കാരം. ടൈം റേഡിയോ എഡിറ്റോറിയൽ ടോക്കിലേക്ക് സ്വാഗതം. നല്ല മഴയായത് കാരണം സ്റ്റുഡിയോ റെക്കോർഡിംഗ് നടന്നില്ല. എൻ്റെ പ്രിയ സുഹൃത്താണ് ക്യാമറ ഏൽപ്പിക്കുന്നത്, മിസ്റ്റർ അക്ഷയ്. ഇന്ന് പറയുന്ന ഒരു വിഷയം പ്രധാനമായതുകൊണ്ടാണ് ഞാൻ നീട്ടിക്കൊണ്ടുപോകാത്തത്. കാരണം കഴിഞ്ഞ ഞായറാഴ്ച നമ്മളെ മലയാളക്കാരെ ആകെ ദുഃഖത്തിലാക്കിയ സാംസ്കാരിക കേരളത്തിൽ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് നടൻ സലീം കുമാറിൻ്റെ മരണം. സലീം കുമാറിനെ ഒരുപാട് തവണ ഈ സോഷ്യൽ മീഡിയ കൊന്നതാണ്. എന്നാൽ മരിച്ചതിന് ശേഷവും ആ മൃതദേഹത്തോട് പോലും ഒരു കരുണ കാണിക്കാത്ത ദ്രോഹമാണ് ഈ വെട്ടുകിളിക്കൂട്ടം എന്ന് പറയുന്ന ഈ സോഷ്യൽ മീഡിയ സംഘങ്ങൾ ചെയ്യുന്നത്. മുഖ്യധാര മാധ്യമങ്ങളൊക്കെ അതിൻ്റെ പരിധി വിടാതെ മാന്യത പുലർത്തിക്കൊണ്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. നൂറുകണക്കിന് സോഷ്യൽ മീഡിയ സംഘം എന്നുള്ള ഒരു പേരിൽ ഇവർ മാധ്യമ പ്രവർത്തകരുടെ വ്യാജാനം ഇറങ്ങിയിരിക്കുന്നത്. പണ്ട് നമ്മൾ യൂറോപ്പിലും അമേരിക്കയിലും കണ്ടിട്ടുണ്ട്. അവരെ നമ്മൾ വിളിച്ചിരുന്ന പേര് പപ്പരാസി എന്നായിരുന്നു. നമ്മുടെ ഡയാന രാജകുമാരിയൊക്കെ മരിക്കാനിടയ കാരണം ഈ പപ്പരാസികളുടെ വേട്ടയാടലാണ്. അത് നമ്മുടെ സാംസ്കാരിക കേരളത്തിൽ അത് കടന്നു വന്നിരുന്നില്ല. എന്നാൽ അടുത്ത കാലമായിട്ട് ഈ പപ്പരാസികളുടെ ആ പേരിന് ഉചിതമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ മൊബൈലും പിടിച്ചുള്ള ബ്ലോഗേഴ്സ് നടത്തുന്ന ഒരു പ്രവൃത്തി വളരെ സങ്കടജനകമായി. സലീം കുമാറിൻ്റെ മകന് തന്നെ ഒരു തവണ ആ മരണ ദുഃഖത്തിനിടയിൽ ഇവരോട് പൊട്ടിത്തെറിക്കേണ്ടി വന്നു. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അതൊക്കെ പോട്ടെ, മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രിയ സുഹൃത്തിൻ്റെ മൃതദേഹം അവസാനമായിട്ട് കാണാനെത്തി ആ മക്കളെ ആശ്വസിപ്പിക്കാനെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ നേരെ ഷോളായിട്ട് പോയ ഒരു സാംസ്കാരിക വിരുദ്ധൻ ആ നേരത്തെ ഷോളണിയിക്കാൻ പോയതിൻ്റെയൊക്കെ ബുദ്ധി എന്താണ് അതിനെയൊക്കെ വിശേഷിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. ഒരു പോലീസ് സന്നാഹമില്ലാതെയാണ് ശ്രീ വി ഡി സതീശൻ മുഖ്യമന്ത്രി അവിടെ എത്തിയത്. അപ്പോൾ അതിനിടയിൽ കൂടെ പോയിട്ട് ആളാകാനായിട്ട് ഷോളണിയിക്കാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെയൊക്കെ മനോവികാരം എന്താണ്? ഇതേ മനോവികാരം തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ വെട്ടുകിളിക്കൂട്ടം എന്ന് വിളിക്കേണ്ടിയിരിക്കുന്നത്. നശിപ്പിച്ച് കളയുക. അവിടെ വരുന്ന ഈ സെലിബ്രിറ്റികളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ അത് റീല് കട്ട് ചെയ്ത് വരുമാനം ഉണ്ടാക്കാനാണ്. ഓക്കെ, അതൊക്കെ. പക്ഷേ ചില സമയവും സന്ദർഭവും നോക്കി വേണ്ടേ ഇത് പെരുമാറാൻ. ഇല്ലെങ്കിൽ ഇവരെ ഈ ജനക്കൂട്ടം തന്നെ കൈകാര്യം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് വരും. അന്ന് മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു എന്നുള്ള ആരോപണമായിട്ട് ഇവർ വരുന്നത്. ഞാനും മാധ്യമ പ്രവർത്തകനായിരുന്നു. ഞാൻ മനോരമയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇത്തരം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ ആ വീട്ടുകാരോട് അനുവാദിച്ച് വെച്ച് നമുക്ക് വളരെ സങ്കോചവും സങ്കടവുമാണ്. എന്നാൽ അത്യാവശ്യമായിട്ട് വിവരവും ഫോട്ടോ എടുക്കേണ്ട ആവശ്യകതയുണ്ടാവും. ആ സമയത്തൊക്കെ നമ്മളൊക്കെ പെരുമാറുന്നത് നമുക്കൊരു എഡിറ്റോറിയൽ സംഘം അതിനുള്ള ട്രെയിനിങ് തന്നിരുന്നു. അല്ലെങ്കിൽ സാമാന്യ മര്യാദ നമ്മളെ മനസ്സിലുണ്ടാവില്ല. ഇതൊന്നുമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് അവിടെ കാഴ്ചവെച്ചത്. ഇത് എനിക്ക് നേരിട്ട് 2 ആഴ്ച മുന്നേ എറണാകുളത്ത് ഒരു സിനിമയുടെ പൂജയ്ക്ക് വേണ്ടി പോയപ്പോഴും അനുഭവം ഉണ്ടായി. ആ പൂജ ചടങ്ങ് കഴിഞ്ഞിട്ട് അതിൽ പങ്കെടുത്ത നടി പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ കോറിഡോറിൽ നിന്ന് വരുന്നേ ഉള്ളൂ. മൊത്തത്തിലൊരു 100 കണക്കിന് ഈ മൊബൈൽ ക്യാമറയും പിടിച്ചവന്മാർ വരികയാണ്. അപ്പം ഞാൻ ഒതുങ്ങി ചുമരിനോട് ചേർന്ന് നിന്ന് കൊടുത്തു. എന്നാൽ എന്നെ ചുമരിനോട് ചാമാക്കിയിട്ട് 2 ദിവസം എനിക്ക് നെഞ്ഞുവേദന വിട്ടുപോകുന്നത്. കാരണം അത്ര രീതിയിലുള്ള ഒരു അക്രമം. ഇവർക്ക് ഈ നടിയുടെ മുഖം ഒന്ന് പകർത്തിയിട്ട് അത് റീലായിട്ട് പോസ്റ്റ് ചെയ്ത് വരുമാനം നേടാനാണ്. പക്ഷേ സമയവും സന്ദർഭവും അനുസരിച്ച് പെരുമാറിയില്ലെങ്കിൽ ഈ പപ്പരാസികളെ ജനക്കൂട്ടം നേരിടും അടുത്ത് തന്നെ എന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്. ഇത്രയും പറയാൻ വളരെ വേദനാജനകമായ ആ ദൃശ്യം കണ്ടതോടെയാണ് ഇത് പറയാതിരിക്കാൻ വയ്യ എന്നുള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇതാർക്കും അപ്രിയം ഉണ്ടാകേണ്ടതല്ല. സ്വയം ഒരു തിരിച്ചറിവ് നമ്മുടെ മക്കൾക്ക് ഉണ്ടാവണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.